ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വുമൻസ് റിസർവേഷൻ ബില്ലിനെ പറ്റി സംസാരിക്കാം. അതാണല്ലോ ഇപ്പൊ ചൂടുള്ള വാർത്ത. അപ്പം ആദ്യമായി ഒരു ചോദ്യം, ഈ വനിതാ സംവരണ ബില്ല്, അതായത് ലോക്സഭയിലേക്കും അസംബ്ലികളിലേക്കും 33% 33% വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യുന്ന ബില്ലാണ് ലോക്സഭയിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാതെ. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്താന്ന് ചോദിച്ചാൽ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം. അത് ലോക്സഭയില് BJPക്ക് ഇല്ല. അപ്പം 298 വോട്ടേ കിട്ടിയുള്ളൂ. 352 വോട്ട് വേണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന്. അങ്ങനെ പരാജയപ്പെട്ടു പോയി. അപ്പം നമ്മൾ ചോദിക്കും, ഈ വനിതകളോട് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത്രയ്ക്ക് ദേഷ്യമാണോ? അവർക്ക് ഇങ്ങനെ പ്രാതിനിധ്യം, വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിനെതിരാണോ എന്നുള്ളൊരു ചോദ്യം. അതാണല്ലോ അതിന്റെ നരേറ്റീവ്. ശരിക്കും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് 2023 വനിതകൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ മൂന്നിൽ നിന്ന് സംവരണം ചെയ്യുന്ന ബില്ല് ഓൾറെഡി യുണാനിമസ് ആയിട്ട്, അതായത് ആരും എതിർക്കാതെ പാസ്സായ ബില്ലാണ്. അപ്പൊ ആ ബില്ല് ഇപ്പം പാസ്സാക്കിയിട്ട് അത് നടപ്പിലാക്കുന്നതിന് പകരം ഇപ്പം ഈ ബില്ല് പാസ്സായത് 331 അമെന്റ്മെന്റ് ബില്ലായിട്ട് കൊണ്ടുവന്ന് പാസ്സാക്കാൻ പറ്റാതെ പോയത് ഇതിന്റെ പുറകിലുള്ള ഒരു പൊളിറ്റിക്കൽ ഷൂഡ്നെസ്, അല്ലെങ്കിൽ ഒരു അസൽ റിയൽ പൊളിറ്റിക്കിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ബില്ലിന്റെ കൂടെ വേറെ ഒരു ചൂടുപിടിച്ച വേറൊരു ബില്ലൂടെ വന്നിട്ടുണ്ട്, ഡീലിമിറ്റേഷൻ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡീലിമിറ്റേഷൻ ബില്ലും ഉണ്ട്, അതുപോലെ ലോക്സഭയുടെ എണ്ണം, സീറ്റുകളുടെ എണ്ണം കൂട്ടുന്ന ബില്ലുകൾ. അങ്ങനെ രണ്ട് ബില്ലുകളുണ്ട്. ഇത് മൂന്നും ഇന്റർലിങ്ക്ഡ് ആയതുകൊണ്ടാണ് ഈ വുമൻസ് ബില്ല് വീണ്ടും അവതരിപ്പിച്ചപ്പം അതിനെ എതിർത്തതും പരാജയപ്പെടുത്തിയതും. പക്ഷെ ഈ പറഞ്ഞ പോലെ വുമൻസ് റിസർവേഷൻ ബില്ല് ഓൾറെഡി പാസ്സായത് ഇരിപ്പുണ്ട്, നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇപ്പം പാസ്സാക്കുന്ന ബില്ല് ഏതായാലും ഇപ്പൊ ഉടനെ നടക്കാൻ പോകുന്നത് 2029 മാത്രമേ അത് നടപ്പാക്കൂ. അതിനു മുമ്പുള്ള അസംബ്ലി ഇലക്ഷൻ ഇലക്ഷനൊന്നും ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാല്, എനിക്ക് മനസ്സിലായിടത്തോളം ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഡിലിമിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? അതായത് പുനർനിർണയം, അതായത് മണ്ഡല പുനർനിർണയം, ലോക്സഭയുടെയും അസംബ്ലി മണ്ഡലങ്ങളുടെയും പുനർനിർണയമാണ്. അപ്പൊ അത് പുനർനിർണയം ജനസംഖ്യാനുപാതത്തിലാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഇപ്പം നിലവിലുള്ള 543 സീറ്റുകൾ, അതായത് ലോക്സഭയിലുള്ളത്, പിന്നെ അസംബ്ലിയിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ള സീറ്റുകളും 1971 ജനസംഖ്യയുടെ അനുപാതത്തിലാണ് ചെയ്തത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പം കേരളത്തിന് ഇപ്പൊ 20 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറവാണ് ഇന്ന് കേരളത്തെക്കാളും ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക്. അതാണ് ഒരു ചോദ്യം. അതെന്താന്ന് ചോദിച്ചാല്, ജനസംഖ്യാനുപാതം ജനസംഖ്യയിൽ അന്ന് സംസ്ഥാനങ്ങള് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് അന്ന് ഈ സീറ്റുകൾ നിർണയിച്ചിട്ടുള്ളത്. ഇപ്പം പുതുതായിട്ട് വരുന്ന ഡിലിമിറ്റേഷനിൽ 2011 സെൻസസ് വെച്ച്, അതും 10-15 വർഷം പഴക്കമുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ മറ്റുള്ള അതായത് സദേൺ സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജനസംഖ്യ വർധനവ് കൊള്ളമാണ് കൂടുന്നുണ്ട്. നമ്മുടെ TFR, അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് മറ്റുള്ള നാഷണലിനേക്കാളും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെക്കാളും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ജനസംഖ്യ വളരെയധികം ഉയർന്നുപോയി, സദേൺ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞുപോയി. അപ്പം ഈ ഡിലിമിറ്റേഷൻ ഈ 2011 സെൻസസ് വെച്ച് കഴിഞ്ഞാല് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുകയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുകയും ചെയ്യും. ഇനി അഥവാ ഈ അബ്സൊല്യൂട്ട് ടേംസ് ഇപ്പം 543 എന്ന് പറയുന്നത് 800 സീറ്റ് ആക്കുവാണെങ്കിൽ ഈ അതിന് അനുപാതമായിട്ട് സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും കൂടുമെങ്കിലും പ്രൊപ്പോർഷണലായിട്ട് നോക്കുവാണെങ്കിൽ ടോട്ടൽ ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സീറ്റ്സ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വളരെ ഇടിവുണ്ടാവും, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതായത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ വീണ്ടും കൂടുതൽ സീറ്റുകൾ, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുതൽ സീറ്റുകൾ ഉണ്ടാവുമ്പോൾ സൗത്ത് ഇന്ത്യക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ വരും. അതായത് ഇന്ത്യയിലെ ഏത് പാർട്ടി ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വയ്യാത്ത രീതിയിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ മാറിത്തീരുമെന്നുള്ളതാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭയം.
അപ്പൊ അതാണ് അതിന്റെ ഡീലിമിറ്റേഷനെ പറ്റി. അപ്പം അത് എന്തിനാണ് ഈ റിസർവേഷൻ വിമൻസ് റിസർവേഷനായിട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണമാണ്. ഒന്ന്, വുമൻസ് റിസർവേഷൻ ബില്ല് ഓൾറെഡി പാസ്സായത് ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനും അത് പിന്നീട് വീണ്ടും അതിന് മറ്റേതുമായിട്ട് ക്ലബ് ചെയ്ത് 2029 കൊണ്ടുപോകാനും ഉള്ള ഒരു ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പൊ ഇവർ ചെയ്യുന്നത്, ഇപ്പം BJP പ്രക്ഷോഭമൊക്കെ ചെയ്യുകയാണ്. പണ്ട് നമ്മുടെ ഡോളർ റേറ്റിന് അഗൻസ്റ്റ് ആയിട്ടും പെട്രോൾ റേറ്റിന് അഗൻസ്റ്റ് ആയിട്ടൊക്കെ ഒരു സമയത്ത് UPA ഭരണകാലത്ത് ഇവര് ഒത്തിരി നാടകങ്ങൾ കാണിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇപ്പൊ അതൊക്കെ ചെയ്യുന്നത് പെട്രോൾ വില ഇതൊക്കെ വളരെ ഉപകാരപ്രദമാണെന്നാണ് ഇപ്പോഴത്തെ നരേറ്റീവ്. ഓക്കെ, അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സെലിബ്രിറ്റീസ്, ശ്രീ അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാർ പോലുള്ള ആൾക്കാരൊക്കെ UPA കളിയാക്കി എന്തുമാത്രം പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇനി അപ്പം പ്രക്ഷോഭം നടത്താൻ പോവാണ്. അതായത് ഓപ്പോസിഷൻ സ്ത്രീകൾക്കെതിരാണ്, സ്ത്രീകളുടെ റിസർവേഷനെ അവർ എതിർത്തു. പക്ഷേ അപ്പൊ അത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത്? അതായത് ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്തപ്പം മറ്റേ ബില്ലൂടെ പാസ്സാക്കി. ഈ ഡീലിമിറ്റേഷൻ ബില്ല് മാത്രമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിനു വേണ്ടി മാത്രമാണ്. ഇപ്പം ഇവർക്ക് പറയാനുള്ളത് ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാൻ പറ്റിയില്ലെന്നുള്ളതല്ല. അതായത് വിമൻസ് റിസർവേഷൻ ബില്ല് പാസ്സാക്കിയില്ല, അതിനെ ഓപ്പോസിഷൻ എതിർത്തു, അവര് സ്ത്രീവിരുദ്ധരാണ് എന്നൊക്കെ കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാമെന്നുള്ള ഒരു ട്രിക്കായിരുന്നു ആക്ച്വലി ഈ ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പോസിഷൻ ഇതിനെ തിരിച്ച് അതിനെ എതിർക്കണം, അത് തുറത്തു കാട്ടണം. അതായത് അങ്ങനെയല്ല സംഭവം, ഓൾറെഡി പാസ്സായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം, ഇത് എന്തിനാണ് ലിങ്ക് ചെയ്തെന്നുള്ളൊരു ചോദ്യവും പറയണം. ഇതിനെ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ ആരും തന്നിട്ടില്ല. എന്തിന് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ മൂന്നും കൂടെ ലിങ്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനിയിപ്പോ എന്താണ് സംഭവം? ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്, ഇനി 2027 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ നടക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുനർനിർണയം നടക്കുകയൊക്കെ ചെയ്ത് 2000 നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആക്ച്വലി. അപ്പൊ 2029 ഇലക്ഷൻ എന്തായാലും ഇത് നടക്കാൻ പറ്റില്ല, 2034 ആവും. അപ്പൊ ആ സമയത്ത് ഇനി വിമൻസ് റിസർവേഷനും അന്നേ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും നീണ്ടുപോകുന്നതാണ്. അപ്പം ഈ 2011 സെൻസസ് വെച്ചിട്ട് പുനർനിർണയം നടത്തിയാലും 2027 വെച്ചിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് പ്രകാരം നടത്തിയാലും സദേൺ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയും. അവർ പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ഈ അടുത്ത 25 വർഷത്തേക്കൂടെ ഇത് നീട്ടിക്കൊടുക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഫ്രീസ് ചെയ്യണം. അതായത് ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്താന്ന് ചോദിച്ചാല് അന്ന് ഈ ആദ്യം 1971 ഇത് ചെയ്ത സമയത്ത് ഉള്ളൊരു 25 വർഷത്തേക്ക് അത് ഉപയോഗിക്കാമെന്നുള്ളൊരു ഇതെന്താണ്, 25 വർഷത്തിനകം എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ജനസംഖ്യ ഒരു നാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരികയും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ സദേൺ സംസ്ഥാനങ്ങൾ, അതായത് സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അത് പാലിക്കുകയും അവരത് കൊണ്ടുവരികയും ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. അപ്പം ഇതിലെ നല്ല കുട്ടികളെ അല്ലെ നല്ല സ്റ്റുഡൻസിനെ പീനലൈസ് ചെയ്യുകയും മോശം സ്റ്റുഡൻസിന് റിവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു അവസ്ഥയാണ് ഇതുകൊണ്ടുണ്ടാകുന്നതെന്നുള്ളതാണ് ദക്ഷിണ സംസ്ഥാനങ്ങളുടെ കംപ്ലൈൻസ്. ഓക്കെ, അപ്പം വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഇവര് അമിത്ഷാ ഒക്കെ പറഞ്ഞു എല്ലാവർക്കും 50% കൂട്ടിക്കൊടുക്കും ഇപ്പൊ 800 ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്താ കാര്യം? 50% കൂട്ടിക്കൊടുക്കുമ്പം എന്നാ പിന്നെ എന്തിനാ ഈ ഇത് കൂട്ടുന്നത്? സെയിം എഫക്ട് അല്ലേ? അങ്ങനെ എനിക്കറിയത്തില്ല അതെന്തോ അതിനകത്ത്. അങ്ങനെയാണ് പിന്നെ ഈ സീറ്റുകൾ കൂട്ടേണ്ട ആവശ്യം ഒന്നുമില്ല. 50% ഇത് വെച്ച് കൂട്ടിയാൽ മതിയല്ലോ. ഇറ്റ് ഡോ എന്തോ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇതുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പം എനിവേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ കേൾക്കുന്നതല്ല സത്യം. അതായത് ഇപ്പം പറയുന്ന പോലെ ഈ വുമൻസ് റിസർവേഷൻ ബില്ലിനെ എതിർത്തു, അതിനെ ഓപ്പോസിഷൻ ഇല്ലാതാക്കി, സ്ത്രീവിരുദ്ധരാണ് എന്നൊക്കെ, അതൊന്നും അല്ല സത്യം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കെട്ടിയിറക്കപ്പെട്ട, അതായത് വുമൻസ് ബില്ലിന്റെ പേരിൽ അതിനകത്ത് ഒളിച്ചു വെച്ച ഒരു കെണി ഉണ്ടായിരുന്നു. അതാണ് ഈ ഡീലിമിറ്റേഷൻ ബില്ലും പിന്നെ അതുപോലെ ഈ സഭയിലെ നമ്പേഴ്സ് കൂട്ടുന്ന ബില്ലും. ഓക്കെ, അപ്പം ഇത് ഇനി ചെയ്താലും ഈ
ഇപ്പം ഈ രീതിയിലാണ്, അതായത് പോപ്പുലേഷന്റെ ബേസിൽ ചെയ്യുവാണെങ്കിൽ അത് ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊക്കെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ രാഷ്ട്രീയ ഭാവിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ലാതാവും. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറും, മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറും. അവർക്ക് തീരുമാനിക്കാം. ദക്ഷിണ സംസ്ഥാനങ്ങൾ ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദേ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിലേക്ക് പോകുമ്പം അത് ഭയങ്കരമായിട്ടുള്ള ഡിവിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് സംസ്ഥാനം. അത് അത്ര നല്ല ഒരു സംഭവമൊന്നുമല്ല. അപ്പൊ അതിനാണ് സംസ്ഥാനങ്ങൾ തന്നെ ഒരു 25 വർഷത്തെ കൂടെ ജയിച്ചിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ ഈ ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുകയും ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടാക്കുകയും ചെയ്തിട്ട് വേണം ഇനി ഇത് പുനർനിർണയിക്കാൻ എന്നുള്ളതാണ്. ഇനിവേ നമുക്ക് നോക്കാം. ഇനിയിപ്പം പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും ചൂടുപിടിച്ച വാർത്തകളും ചൂടുപിടിച്ച ചർച്ചകളും ഒക്കെ ഇനിയും ഉണ്ടാവും. നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും പുതിയ വികാസങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ചു നാൾ മുമ്പ്. അതിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഇത് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. See you soon with another video. Thank you so much.